Hello everyone, welcome to Expert Gan Corporate Training and Consulting. നമ്മൾ ഇന്ന് ടാലിയാണ് ഡിസ്കസ് ചെയ്യുന്നത്. ടാലിയിൽ എങ്ങനെയാണ് നമ്മൾ ഒരു കമ്പനി ക്രിയേറ്റ് ചെയ്യുക, ടാലിയിൽ എങ്ങനെയാണ് നമ്മൾ ഒരു കമ്പനി ക്രിയേറ്റ് ചെയ്യാന്ന് നോക്കാം. അപ്പം നമ്മൾ ടാലി ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ കാണുന്ന ഒരു പേജാണിത്. അപ്പോൾ ഇവിടെ നമുക്ക് ആദ്യം സെലക്ട് കമ്പനി ഓപ്ഷൻ കാണാം, ലോഗിൻ ആസ് റിമോട്ട് യൂസർ കാണാം, മൂന്നാമത്തത് ക്രിയേറ്റ് കമ്പനി കാണാം. അപ്പോൾ ഇവിടെയൊക്കെ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഓരോ ലൈനിലും ഒരു ലെറ്റർ മാത്രം ഹൈലൈറ്റഡ് ആണ്. അത് ഇതിൻ്റെ ഷോർട്ട് കട്ട് കീ ആണ്. അപ്പോൾ സെലക്ട് കമ്പനിയാണെങ്കിൽ എസ്, ലോഗിൻ ആസ് റിമോട്ട് യൂസർ ആണെങ്കിൽ എൽ, ക്രിയേറ്റ് കമ്പനിക്കാണെങ്കിൽ സി. അപ്പോൾ ഞാൻ സി പ്രസ് ചെയ്യുന്നു. ഇതാണ് നമ്മളൊരു കമ്പനി ക്രിയേറ്റ് ചെയ്യുന്ന ഒരു പേജ്. അപ്പോൾ ആദ്യം ഇവിടെ ഡയറക്ടറി എന്ന് ചോദിക്കുന്നത് നമ്മളുടെ കമ്പനിക്ക് ഒരു പാത്ത് വേണം. അതായത് കമ്പനി ഇപ്പം നമ്മളുടെ ഒരു വാട്സപ്പ് ഒക്കെ പോലെ വാട്സപ്പിൽ ഫോട്ടോസും മെസ്സേജസും കാര്യങ്ങളൊക്കെ റെക്കോർഡ് ആവുന്നത് നമ്മൾ ഫോണിൽ ഒരു ഫോൾഡറിലായിരിക്കും. അതേപോലെ തന്നെയാണ് ടാലിയുടെ കാര്യങ്ങൾ. ടാലിയിൽ നമ്മൾ ഓരോ എൻട്രി പോസ്റ്റ് ചെയ്യുന്നതും അത് റെക്കോർഡ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ അത് സേവ് ആവേണ്ടത് ഏത് ഫോൾഡറിലാണ്, അതാണ് ഡയറക്ടറി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം ഒരു ഡയറക്ടറി നമ്മൾ സെലക്ട് ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ ഒരു പാത്ത് സെലക്ട് ചെയ്യണം. അപ്പം അതിനുവേണ്ടി ഞാനിവിടെ ഓൾറെഡി ഒരു ടാലി എന്ന് പറഞ്ഞൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ചെയ്യുന്നത് ഒന്നെങ്കിൽ നമുക്ക് ഈ ഒരു പേജിൽ നിന്ന് Alt D പ്രസ് ചെയ്യാം. Alt D പ്രസ് ഒരു ഷോർട്ട് കട്ട് കീ ആണ് പാത്ത് കോപ്പി ചെയ്യേണ്ടത്. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ പോയിട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് മൊത്തം സെലക്ട് ആവും ഓട്ടോമാറ്റിക്കലി. അല്ലെങ്കിൽ മാനുവലി സെലക്ട് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ Alt D, നേരത്തെ പറഞ്ഞ ഷോർട്ട് കട്ടാണ് Alt+D. എന്നിട്ട് ഇത് കോപ്പി ചെയ്യുക. അപ്പോൾ കോപ്പി ചെയ്യുന്നത് ഒന്നെങ്കിൽ ഇവിടെ പോയിട്ട് കോപ്പി ചെയ്യാം, അല്ലെങ്കിൽ Ctrl+C പ്രസ് ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞ് ടാലി എടുക്കുക. ടാലിയിൽ നമ്മൾ നോർമലി പേസ്റ്റ് ചെയ്യുന്നത് Ctrl+C കോപ്പിക്കും Ctrl+V പേസ്റ്റ് ചെയ്യണം. പക്ഷേ ടാലിയിലോട്ട് വരുമ്പോൾ പേസ്റ്റ് ചെയ്യണമെങ്കിൽ Ctrl+Alt+V പ്രസ് ചെയ്യണം. അപ്പം ഞാനിവിടെ ഒരു ഡയറക്ടറി ക്രിയേറ്റ് ചെയ്തു. അപ്പം ഞാനൊരു പേര് കൊടുക്കണം. അപ്പോൾ പേര് ന്യൂ ടാലി എന്ന് പേര് കൊടുത്തു. അപ്പോൾ എൻ്റെ മെയിലിംഗ് പേരെന്താണ്, അഡ്രസ്സ് കൊടുക്കാം. അപ്പോൾ അഡ്രസ്സ് ഞാനിപ്പം 3rd block സ്ട്രീറ്റ്, കൺട്രി ഇന്ത്യ, സ്റ്റേറ്റ് ഇസ് കേരള, സ്റ്റേറ്റ് ഇസ് കേരള. ഫോൺ നമ്പർ വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം, മൊബൈൽ നമ്പർ, ഇങ്ങനത്തെ ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കാം. അത് കഴിഞ്ഞ് നമ്മൾക്ക് ഫിനാൻഷ്യൽ ഇയർ ബിഗിൻസ് ഫ്രം, എപ്പോഴാണ് നമ്മളുടെ ഫിനാൻഷ്യൽ ഇയർ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം നോർമലി നമ്മൾക്കുള്ളത് 1st April ആണ്. അടുത്തത് ബുക്സ് ബിഗിനിങ് ഫ്രം. ബുക്സ് ബിഗിനിങ് ഫ്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴാണ് നമ്മളെ കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ കമ്പനിയുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഏത് ഡേറ്റ് മുതലാണ് സ്റ്റാർട്ട് ആവുന്നത്. അപ്പോൾ മേ ബി പല ഡേറ്റിനായിരിക്കും. ഇപ്പം വേണമെങ്കിൽ ചിലപ്പം 1st October അപ്പം 1st October 2020. അപ്പം എങ്ങനെ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് നമ്മളുടെ ബുക്സ് സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ കറക്റ്റ് ഡേറ്റ് കൊടുക്കാം. അപ്പം ആദ്യത്തെ ഫിനാൻഷ്യൽ ഇയർ എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നും, രണ്ടാമത്തെ ചോദ്യം ബുക്സ് ബിഗിനിങ് ഫ്രം, എപ്പോഴാണ് നമ്മളെ കമ്പനി സ്റ്റാർട്ട് ആവുന്നത്. അതേപോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ ഈ ഒരു ഡാറ്റ നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും പാസ്വേഡ് വെച്ചിട്ട്. അങ്ങനെ പാസ്വേഡ് എന്തെങ്കിലും വെക്കണമെങ്കിൽ നമുക്ക് പാസ്വേഡ് ഇവിടെ ഇനേബിൾ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇവിടെ പാസ്വേഡ് ഞാനിപ്പം ഒരു 1 2 3 4 5 6 കൊടുക്കുവാണ്. 1 2 3 4 5 6. ഓക്കെ. അപ്പോൾ ഞാനിത് കൊടുത്തു. ഇവിടെ ബേസ് കറൻസി സിമ്പിൾ, ഇപ്പം നമ്മൾ ഇന്ത്യയിലായതുകൊണ്ട് റുപ്പി സിമ്പിൾ ഓട്ടോമാറ്റിക് ആയിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഫോർമൽ നെയിം വേണമെങ്കിൽ നമുക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. അതേപോലെ ബേസ് കറൻസി സിമ്പിളും നമുക്ക് വേണമെങ്കിൽ ചേഞ്ച് ചെയ്ത് കൊടുക്കാം. സഫിക്സ് സിമ്പിൾ ടു എമൗണ്ട് എന്ന് വെച്ചാൽ നമ്മൾ ഓരോ എമൗണ്ടിൻ്റെ കൂടെയും ഈ സിമ്പിൾ, അതായത് റുപ്പേ സിമ്പിൾ അറ്റാച്ച് ചെയ്യണോ വേണമെങ്കിൽ കൊടുക്കാം, അല്ലെങ്കിൽ നോ കൊടുക്കാം. യെസ് വേണമെങ്കിൽ യെസ് കൊടുക്കാം. ആഡ് സ്പേസ് ബിറ്റ്വീൻ എമൗണ്ട് ആൻഡ് സിമ്പിൾ. ഈ നമ്മൾ എമൗണ്ട് ഇപ്പോൾ 100 rupees അടിക്കുകയാണെങ്കിൽ അതിൻ്റെ സിമ്പിളും ഈ എമൗണ്ട് തമ്മിൽ എന്തെങ്കിലും സ്പേസ് വേണോ. ഷോ എമൗണ്ട് ഇൻ മില്യൻസ്. മില്യൻസ് നമ്മളുടെ ഒരു ഫോർമാറ്റ് അല്ല, നമ്മൾ മില്യൻസിലല്ല ക്രോസിലൊക്കെയാണ് നമ്മളുടെ വാല്യൂസ് കാണിക്കാറുള്ളത്. അതുകൊണ്ട് നോ കൊടുക്കാം. നമ്പർ ഓഫ് ഡെസിമൽ പ്ലേസസ് എത്ര വേണം എന്നാണ് നമ്മൾ നോർമലി 2 decimal ആണ് നമ്മൾ കൊടുക്കാറുള്ളത്. വേർഡ് റെപ്രസെൻറ്റിങ് എമൗണ്ട് ആഫ്റ്റർ ഡെസിമൽ പൈസ, അതായത് എന്താണ് ഡെസിമൽ, ആ ഒരു നമ്മൾ എന്താണ് വിളിക്കുന്നത്, അതായത് റുപ്പേ കഴിഞ്ഞ് കഴിഞ്ഞാൽ
ഇപ്പം നോർമലി നമ്മൾ പൈസ തന്നെയാണ് വിളിക്കുന്നത്. അപ്പോൾ നമ്പർ ഓഫ് ഡെസിമൽ പ്ലേസസ് ഫോർ എമൗണ്ട് ഇൻ വേർഡ്സ് ഇസ് 2. ഇപ്പം ഇത് ക്ലിക്ക് ചെയ്യുക, ആക്സെപ്റ്റ് ചെയ്യുക. അപ്പം ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാം നമ്മളുടെ ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. നേരത്തെ നമ്മൾ സെലക്ട് ചെയ്ത ആ ഒരു ഫോൾഡറിൽ ഓൾറെഡി നമ്മളിപ്പോൾ ഒരു ടാലി എന്ന് പറഞ്ഞൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തു. അവിടെ നിങ്ങൾക്ക് ഒരു 1000 അല്ലെങ്കിൽ 10,000 ഒരു നെയിമുള്ള ഒരു ഫോൾഡർ ഓട്ടോമാറ്റിക്കായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഇപ്പോൾ ടാലി ഓപ്പൺ ചെയ്യാൻ ചോദിക്കുമ്പോൾ പാസ്വേഡ് ചോദിക്കുന്നുണ്ട്. അപ്പം നമ്മൾ നേരത്തെ കൊടുത്തത് 1 2 3 4 5 6 ആയിരുന്നു. അപ്പം അത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മളുടെ ടാലി ഓപ്പൺ ചെയ്യാൻ പറ്റും. അപ്പം ഇങ്ങനെയാണ് ഒരു കമ്പനി ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പം ഇനി ഓരോ ടാലിയിലുള്ള ഓരോ കാര്യങ്ങളും ഇനി വരുന്ന ഓരോ വീഡിയോസിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും.